ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ്. ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നമ്മളിന്ന് കട്ട്ലറ്റിൽ ചേർക്കുന്ന സാധനങ്ങൾ ഇതെല്ലാമാണ്. ഇത് സവാള, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഒരു 10-15 കട്ട്ലറ്റിൻ്റെ അത് മതി എന്നുള്ളതുകൊണ്ട് 2 സവാള എടുത്തിട്ടുള്ളൂ. അതുപോലെ കുറച്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ആണ് ഇതിൽ ചേർക്കേണ്ടത്. നമുക്കിനി ഇതിനെല്ലാം ഒന്ന് പാകത്തിന് ആക്കിയെടുത്ത് വേവിക്കാം. ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ കൂടെ സവാളയുടെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഒരുമിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴറ്റാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇടാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാവേ. നമുക്കിത് നന്നായിട്ട് മൂക്കാനുള്ളതാണ്. മൂക്ക് ഒരു ഏകദേശം ചുമന്ന കളറാകുന്നത് വരെയും നമ്മളിത് മൂപ്പിക്കണം. അതിന് നമുക്ക് സഹായിക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് കൂടെ ഇടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നത്. ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിട്ടിരുന്നാൽ കളർ മാറിപ്പോവും. ഈ ഒരു കളറിലിരുന്നാൽ കട്ട്ലറ്റിൽ നമ്മൾ ഉള്ളി കടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മതി. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അതിന് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചു കൊണ്ടുവരാം. ആദ്യം ബ്രെഡിനെ ചെറുതായിട്ട് മുറിച്ച് ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാവേ. ഇനി നമുക്കിവിടെ നമ്മുടെ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാവേ. കുക്കറിൽ നല്ല വേവണം. അതിനാൽ നമുക്ക് കുക്കറിൽ തന്നെ ഇടണം. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാം. മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിലേക്ക് ഈ കട്ട്ലറ്റിൻ്റെ ഉരുളകൾ മുക്കിയിടാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ. ചിക്കൻ കട്ട്ലറ്റ് ഇടാൻ വേണ്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഉള്ളി വഴറ്റിയതും ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതും ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിനെയും ഒന്ന് ഉടച്ചെടുത്ത് എല്ലാം കൂടെ നമ്മളിപ്പോൾ ഇത് ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കട്ട്ലറ്റിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഓൾറെഡി എല്ലാത്തിലും ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അത് ഞാൻ ചേർത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ബോളാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒത്തിരി വലുതാക്കിയാലും വേകാൻ പാടാം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് മുട്ട അടിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് മുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് മുക്കാം. ഓക്കെ, നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവേ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ തീയിൽ വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കട്ട്ലറ്റിനകത്ത് എണ്ണ കുടിക്കുവേ. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. ഒത്തിരി നേരം കിടന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി ഡാർക്കായിപ്പോൾ. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഇട്ടതെല്ലാം ഒന്ന് ഡാർക്കായിരിക്കുക. ഇനി ഇത് നമുക്ക് പാകമായിട്ടുണ്ട്. ഇതിനെ ടിഷ്യൂ പേപ്പറിൽ എടുക്കാവേ.